തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ മൊരിച്ചെടുത്ത നീളം പയർ അല്ലെങ്കിൽ അച്ചിങ്ങയുടെ മെഴുക്കുവരട്ടിയാണിത്. ഹലോ എവ്രിവൺ, നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 3-4 അല്ലി ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളി ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ബ്രൗൺ ആയി വരുന്നത് വരെയും ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലതുപോലെ കറിയിലുണ്ടാവും. ഇനി വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ അച്ചിങ്ങ കഴുകി വൃത്തിയാക്കി നീളത്തിൽ ഒടിച്ചതാണിത്. ഇതൊരു 400 ഗ്രാം കാണും. ഇവിടെ നമ്മുടെ വെളുത്തുള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും 2-3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇവിടെ ഞാനൊരു 1/4 സവോളയാണ് ചേർത്തിട്ടുള്ളത്. സവോളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അച്ചിങ്ങ മെഴുക്കുവരട്ടിയിൽ തേങ്ങാക്കൊത്ത് തീർച്ചയായും ചേർത്ത് നോക്കുക. മെഴുക്കുവരട്ടി കഴിക്കുമ്പോൾ സോഫ്റ്റായ അച്ചിങ്ങയുടെ ഇടയിൽ തേങ്ങാക്കൊത്തിൻ്റെ ഒരു നല്ല ബൈറ്റ് ഉണ്ടാവും. ഈ സവോളയൊക്കെ ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. എരിവിന് ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമുക്ക് ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ഒടിച്ചു വെച്ച അച്ചിങ്ങ ചേർക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് ഇളക്കി ഇതെല്ലാം മിക്സ് ചെയ്ത് 3/4 വേവ് ആവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടച്ചു വെക്കുമ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അച്ചിങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെ ഇതങ്ങ് വെന്തോളും. അടച്ചു വെച്ച് ഈ പരുവമാവുമ്പോൾ നമുക്ക് മൂടി മാറ്റി നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 8 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും ലെയറായി സ്പ്രെഡ് ചെയ്തും വഴറ്റിയെടുക്കണം. 5-8 മിനിറ്റ് കഴിയുമ്പം ഇതുപോലെ നല്ല ക്രിസ്പിയായ മെഴുക്കുവരട്ടി റെഡിയായി വരും. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.